സംഭവബഹുലവും വാർത്താസമ്പുഷ്ടവുമായിരുന്നു പാലക്കാട് ജില്ലയിലെ 2025. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഇരട്ടക്കൊലപാതകം മുതൽ പാലക്കാട് MLA-ക്കെതിരെ ലൈംഗിക പീഡന പരാതികൾ വരെ 2025 ഉയർന്നു വന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയത് കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തു. വർഷാവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ച് നഗരസഭയിൽ BJP മൂന്നാമതും അധികാരത്തിലേറുകയും 2 പഞ്ചായത്തുകളിൽ ഭരണം നേടുകയും ചെയ്തു. മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ദാരുണ സംഭവത്തോടെയാണ് പാലക്കാട് ജില്ല 2025 മിഴി തുറന്നത്. മാസാവസാനം ജനുവരി 27-ന് നെന്മാറക്കടുത്ത് പോത്തുണ്ടി ബോയൻ കോളനിയിൽ ചെന്താമര എന്ന തടവുപുള്ളി പരോളിലിറങ്ങി ഇരട്ടക്കൊലപാതകം നടത്തിയത് ഏവരെയും ഞെട്ടിച്ചു. തുടർന്ന് നടന്ന അന്വേഷണങ്ങൾക്കിടെ ഒക്ടോബർ 18-ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി സജിത വധക്കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തവും തടവു ശിക്ഷയും വിധിച്ചു. ജനുവരിയിൽ തന്നെ എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട ബ്രൂവറിക്കെതിരെ പ്രതിഷേധം കനത്തു. CPM-ഉം മന്ത്രി MB രാജേഷും മദ്യക്കമ്പനിക്കൊപ്പം നിന്നപ്പോൾ BJP-യും കോൺഗ്രസും ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം തീർത്തു. തുടർന്ന് ഡിസംബർ 19-ന് മദ്യക്കമ്പനിക്ക് സർക്കാർ നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കിയത് പോരാട്ടങ്ങളുടെ വിജയമായി മാറി. വന്യജീവി ആക്രമണങ്ങളും ജില്ലയിൽ തുടർക്കഥയായിരുന്നു. മുണ്ടൂരിൽ ഏപ്രിൽ 6-നും ജൂൺ 16-നും യഥാക്രമം യുവാവും മധ്യവയസ്കനും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഡിസംബർ 9-ന് കടുവ സെൻസസിന് പോയ അട്ടപ്പാടി സ്വദേശി കാളിമുത്തുവും ആനയുടെ ചവിട്ടേറ്റ് മരിച്ചു. പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം നാണക്കേടുണ്ടാക്കിയ വർഷം കൂടിയായിരുന്നു കടന്നുപോയത്. പാലക്കാട്ടേക്ക് ഷാഫി പറമ്പിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നിരവധി യുവതികളുടെ ലൈംഗിക പീഡന പരാതികൾ ഉയർന്നു. പിന്നാലെ 1.5 മാസത്തോളം അടൂരിലെ വീട്ടിൽ കഴിഞ്ഞുകൂടിയ രാഹുൽ വീണ്ടും പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയെങ്കിലും പ്രതിഷേധം കനത്തു. BJP-യും യുവമോർച്ചയും DYFI-യുമെല്ലാം തുടർച്ചയായി MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഗസ്റ്റ് 21-ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ചു. 24-ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ എന്ന് പറഞ്ഞെങ്കിലും രാഹുലിനെ കോൺഗ്രസ് വീണ്ടും പാലക്കാട് സജീവമാക്കാൻ ശ്രമിച്ചു. അതിനിടെ അതിജീവിത മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയതോടെ രാഹുലിന് നിക്കക്കള്ളിയില്ലാതായി. പോലീസ് യുവതിയുടെ പരാതിയിൽ കേസെടുത്തു. ഡിസംബർ 4-ന് പാർട്ടിയിൽ നിന്നും രാഹുലിനെ പുറത്താക്കി. അറസ്റ്റ് ഭയന്ന് ബംഗളൂരുവിലേക്ക് മുങ്ങിയ രാഹുൽ മുൻകൂർ ജാമ്യം ലഭിച്ചപ്പോഴാണ് പൊങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴുൾപ്പെടെ രാഹുലിനെ കൂക്കുവിളികളുമായാണ് ജനം സ്വീകരിച്ചത്. സെപ്റ്റംബർ 24-ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരിയായ പല്ലശ്ശേന സ്വദേശി വിനോദിനിയുടെ വലതുകൈ മുറിച്ചു മാറ്റിയെന്ന വാർത്ത ജനം TV പുറം ലോകത്തെത്തിച്ചതും വലിയ ചർച്ചകൾക്കിടയാക്കി. യുവമോർച്ച ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. കേരളം ഒന്നടങ്കം കുത്തഴിഞ്ഞ ആരോഗ്യ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഒടുവിൽ മുഖം രക്ഷിക്കാൻ സർക്കാർ പെൺകുട്ടിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ ധനസഹായം നൽകിയെങ്കിലും കൃത്രിമ കൈവയ്ക്കാൻ 7 ലക്ഷം രൂപയോളം വേണമെന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അറിയിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കുടുംബം ഇപ്പോഴും. ഓഗസ്റ്റ് 9-ന് ചിറ്റൂരിലെ പുഴയിൽ തമിഴ്നാട്ടിലെ 2 കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. സെപ്റ്റംബർ 4-ന് പുതുനഗരത്തെ SDPI കേന്ദ്രത്തിൽ സ്ഫോടനം നടന്ന് ഒരാൾക്ക് പരിക്കേറ്റു. ഒക്ടോബർ 16-ന് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. പ്രതിഷേധത്തെ തുടർന്ന് അധ്യാപികയെയും പ്രധാന അധ്യാപികയെയും സസ്പെൻഡ് ചെയ്തു. ഒക്ടോബർ 28-ന് പെരുമാട്ടിക്കടുത്ത് കമ്പാലത്തറയിൽ 1260 ലിറ്റർ സ്പിരിറ്റുമായി CPM ലോക്കൽ സെക്രട്ടറി പിടിയിലായി. നവംബർ 9-ന് രാത്രി ചിറ്റൂർ റോഡിലെ കല്ലിങ്കലിൽ കാർ മരത്തിലിടിച്ച് 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. ഡിസംബർ 17-ന് വാളയാറിൽ ആൾക്കൂട്ടം ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണൻ ബയ്യയെ കള്ളനാണെന്നാരോപിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തി. അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-യും കോൺഗ്രസും ജില്ലയിൽ നേട്ടമുണ്ടാക്കി. പാലക്കാട് നഗരസഭയിൽ തുടർച്ചയായി മൂന്നാമതും BJP അധികാരത്തിലേറി. കൂടാതെ അകത്തേത്തറ, പുതൂർ പഞ്ചായത്തുകളിൽ ചരിത്രത്തിൽ ആദ്യമായി BJP ഭരണം പിടിച്ചു.
പറളി പഞ്ചായത്തിൽ നറുക്കെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം BJPക്ക് നഷ്ടമായെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. ഷൊർണൂർ, ഒറ്റപ്പാലം തുടങ്ങി നിരവധിയിടങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തി BJP പ്രധാന പ്രതിപക്ഷ സ്ഥാനത്തേക്കെത്തി. വർഷാരംഭം പോലെ തന്നെ വർഷാവസാനവും പാലക്കാട് ജില്ലയ്ക്ക് വേദന നിറഞ്ഞ ദിനങ്ങളായിരുന്നു. ഡിസംബർ 27-ന് ചിറ്റൂർ അമ്പാട്ടുപാളയത്ത് സുഹാൻ എന്ന ബാലൻ സഹോദരനോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയെങ്കിലും പിന്നീട് കുട്ടിയെ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ജനം, പാലക്കാട്.